പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മതി, പക്ഷേ രണ്ട് അക്കൗണ്ടിനെ അതെന്ത് ചെയ്യും, ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. അതിൽ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കും, മറ്റേ അക്കൗണ്ട് എന്തായിരിക്കും, ക്രെഡിറ്റും ആയിരിക്കും. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളിതെന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡിൽ ഇത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തുന്ന ആ ഒരു പുസ്തകത്തിന് പറയുന്ന പേരാണ് ജേണൽ. ഓക്കെ, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും പറയാറുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും പറയാറുണ്ട്. ഇനി ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ജേണലൈസിങ്. അതായത് ഈ ജേണൽ ബുക്കിൽ രേഖപ്പെടുത്തുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ദ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ഓക്കെ, ജേണലൈസിങ് എന്നാണ് പറയുക. അപ്പോൾ ആ പുസ്തകത്തിന് പറയുന്ന പേര്, ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്ന ആ ബുക്കിന് പറയുന്ന പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എന്നാണ് പറയുന്നത്. രേഖപ്പെടുത്തുന്ന ആ പ്രക്രിയക്ക്, പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേണലൈസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്നതിന് മുമ്പ്, ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കെന്ത് ചെയ്യണം, ഡെബിറ്റും ക്രെഡിറ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,50,000. അതായത് ബിസിനസ് 1,50,000 രൂപയുമായിട്ട് ആരംഭിച്ചു. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അവിടെ എന്തുണ്ടാവും, രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണ്. ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്. ആദ്യം രണ്ട് അക്കൗണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, പിന്നെ ഏതാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയുന്നു. ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്ത്, ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്ത് എന്ന് നമ്മൾ വിലയിരുത്തുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളം വരയ്ക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കോളം, ശ്രദ്ധിക്കുക. ഒന്ന് ട്രാൻസാക്ഷൻ, പിന്നെ ഏതെല്ലാം അക്കൗണ്ടിനെയാണ് ബാധിക്കുന്നത്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ. ഡെബിറ്റിന് നമ്മൾ DR എന്ന് സൂചിപ്പിക്കും, ക്രെഡിറ്റിന് നമ്മൾ CR എന്ന് സൂചിപ്പിക്കും. അതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ് എന്താണ്, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അപ്പോൾ നമുക്ക് എമൗണ്ട് പ്രസക്തി ഇല്ല, അതുകൊണ്ട് നമ്മൾ എമൗണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ബിസിനസ് ആരംഭിച്ചു, ക്യാഷുമായിട്ട് ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് ആരംഭിക്കുമ്പോൾ രണ്ട് അക്കൗണ്ട് തിരിച്ചറിയണം. രണ്ട് അക്കൗണ്ട് ഉണ്ടാകും. ഒന്ന് ക്യാഷ് അക്കൗണ്ട് നമ്മൾ A/C എന്ന് സൂചിപ്പിക്കും. അതേപോലെ മറ്റൊന്നെന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് തിരിച്ചറിയാം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, ക്രെഡിറ്റും ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മളെ ബിസിനസ്സിൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. അപ്പോൾ ഇൻക്രീസ് ഇൻ അസറ്റ് എന്നാണ് കാരണം. ഇൻക്രീസ് ഇൻ അസറ്റ്, അസറ്റിലുണ്ടായ ഇൻക്രീസ് പറഞ്ഞാൽ കൂടി. ഓക്കെ, കൂടൽ, അസറ്റിലുണ്ടാകുന്ന ഒരു ഇൻക്രീസാണ് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം. ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഏതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കൂടിയാലും എക്സ്പെൻസ് കൂടിയാലും ഡെബിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ, ലാബിലിറ്റി, റവന്യൂ, ഇത് മൂന്നും കൂടിയാൽ എന്ത് ചെയ്യും, ക്രെഡിറ്റും ചെയ്യും. അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ, ലാബിലിറ്റി, റവന്യൂ, ഇത് മൂന്നും കൂടിയാൽ എന്ത് ചെയ്യും, ക്രെഡിറ്റും ചെയ്യും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ തീർന്നു. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. രണ്ടാമത് ഇവിടെ പറയുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ എന്നാണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങി എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഏതൊക്കെ അക്കൗണ്ടിനെ ബാധിക്കുക? ഗുഡ്സാണ് പർച്ചേസ് ചെയ്ത്. ഗുഡ്സാണ് പർച്ചേസ് ചെയ്തെങ്കിൽ ഒന്ന് പർച്ചേസാണ്. പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എന്താ കാരണം? ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? എക്സ്പെൻസ് കൂടി. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. ഓക്കെ. അതേപോലെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? മനീഷയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കടത്തിനാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതായത് പേര് മാത്രം തന്നാൽ, മനീഷ എന്നുള്ള പേര് മാത്രം തന്നിട്ടുള്ളൂ എങ്കിൽ അത് കടത്തിനാണ്. ഇനി മനീഷ ഓൺ ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ ക്യാഷിന് മനീഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ ക്യാഷാണ് ഇവിടെ വരിക. ഓക്കെ. അപ്പോൾ മനീഷ, അപ്പോൾ പേര് മാത്രം തന്നാൽ ആ പേര് അക്കൗണ്ടാണ് മനീഷ അക്കൗണ്ട്. മനീഷ എന്താണ്? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. ലാബിലിറ്റി കൂടി, ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ലാബിലിറ്റി. മനീഷ എന്ന് പറയുന്ന ഒരു പുതിയ ബാധ്യത നമുക്ക് വന്നു, അതാണ് ഇൻക്രീസിങ് ലാബിലിറ്റി. അപ്പോൾ രണ്ടാമത്തെ അവിടെ തീർന്നു. ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പം എന്തായിരിക്കും? ഒന്ന് സ്റ്റേഷനറി ആയിരിക്കും, ഒന്ന് സ്റ്റേഷനറി അക്കൗണ്ട്. രണ്ട് അക്കൗണ്ട് തിരിച്ചറിയണം. ഒന്ന് സ്റ്റേഷനറി അക്കൗണ്ട് എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിയത്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. സ്റ്റേഷനറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടിയതിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. സ്റ്റേഷനറി വാങ്ങുമെന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്, ചിലവ് കൂടി. ക്യാഷ് എന്ന് പറയുന്ന സ്റ്റേഷനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ഡിക്രീസ് ഇൻ അസറ്റ്. അസറ്റ് കുറഞ്ഞു എന്നുള്ളതിന് സൂചിപ്പിക്കാനാണ് ഡിക്രീസ്. ഓക്കെ. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് കാണുകയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് പർച്ചേസ്ഡ് സ്റ്റേഷനറി, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ എന്നൊക്കെ ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്റ്റേഷനറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നാലാമത്തത് ശ്രദ്ധിക്കുക. നാലാമത്തത് എന്താണ്? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ഫോർ ₹35,000. SBI ബാങ്കിൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, അത്ര കൊടുക്കുന്നുള്ളൂ. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ആണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട് എന്ന് തിരിച്ചറിയാം. ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന പുതിയൊരു അക്കൗണ്ട് വന്നു. മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ലേ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല. അതൊന്ന് മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ടിനെ ബാധിച്ചു. ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടി. ഇൻക്രീസ് ഇൻ അസറ്റ്. അസറ്റ് കൂടി. അതേപോലെ ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് മാറ്റുമ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ഇൻ അസറ്റ്. അസറ്റ് എന്ത് ചെയ്തു? മറ്റൊരു അസറ്റ് കുറഞ്ഞും ചെയ്തു. അല്ലേ, നമ്മളെ കയ്യിൽ ഒരു 5,000 രൂപ ഉണ്ട്. ആ 5,000 രൂപ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മളെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? ഒന്നുമില്ല. 5,000 രൂപ പോയി. നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല, പകരം ബാങ്കിലെത്തി. അപ്പോൾ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു, പകരം നമ്മളെ ബാങ്കിലുള്ള ക്യാഷ് കൂടി. ഒരു അസറ്റ് കുറഞ്ഞു, മറ്റൊരു അസറ്റ് കൂടി. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞപ്പോൾ ക്രെഡിറ്റ് ചെയ്തു, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടിയപ്പോൾ ഡെബിറ്റ് ചെയ്തു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഞ്ചാമത് ശ്രദ്ധിക്കുക. ഗുഡ്സ് സോൾഡ് ടു പ്രിയ. ഗുഡ്സ് സോൾഡ് ടു പ്രിയ. ഗുഡ്സ് സോൾഡ് ടു പ്രിയ. പ്രിയ എന്ന വ്യക്തിക്ക് സാധനം വിറ്റു എന്നാണ് പറയുന്നത്. രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഏതൊക്കെയാണ്? ഒന്ന് പ്രിയ. പ്രിയ നമുക്ക് ക്യാഷ് തരാനുള്ള ഒരാളാണ്. നമ്മൾ കടത്തിനാണ്. പേര് മാത്രം തന്നാൽ കടത്തിനാണ് നമ്മൾ പറഞ്ഞു. നേരത്തെ പർച്ചേസ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്. മനീഷയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയെന്ന് പറയുമ്പോൾ കടത്തിനാണ്. മനീഷ എന്നുള്ള പേര് മാത്രം തന്നാൽ എന്താണ്? കടത്തിനാണ്. അപ്പോൾ നമ്മൾ സാധനം വിൽക്കും. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ പ്രിയ എന്ത് ചെയ്യും? ക്യാഷ് നമുക്ക് തരണം. അപ്പോൾ പ്രിയ അക്കൗണ്ടാണ്. മറ്റൊന്ന് സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട്. സോൾഡ് ഗുഡ്സ് എന്ന് കണ്ടാൽ പിന്നെ സെയിൽസ് അക്കൗണ്ടാണ്. ഓക്കെ. അപ്പോൾ പ്രിയ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തരാനുള്ള ഒരാളായി പ്രിയ.
ക്യാഷ് തരാനുള്ള ഒരാളായി മാറി പ്രിയ. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം ഇൻക്രീസ് ഇൻ അസറ്റ് കൂടി. പ്രിയ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ക്യാഷ് നമുക്ക് തരുമല്ലോ. അപ്പോൾ പ്രിയ എന്ന് പറയുന്ന ഡെറ്റർ കൂടി, അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തു. മറ്റൊന്ന് സെയിൽസ് അക്കൗണ്ട് ആ കാറ്റഗറിയിൽ ഏതാ വരുന്നത് നോക്കുക. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റവന്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, റവന്യൂ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റവന്യൂ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസിങ് റവന്യൂ വരുമാനം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് 5 ബാക്കി നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ. 6ാമത് ശ്രദ്ധിക്കുക, റിസീവ്ഡ് ചെക്ക് ഫ്രം പ്രിയയുടെ കയ്യിൽ നിന്നൊരു ചെക്ക് കിട്ടി. റിസീവ്ഡ് ചെക്ക് ഫ്രം പ്രിയയുടെ കയ്യിൽ നിന്നും ഒരു ചെക്ക് കിട്ടി എന്നാണ് പറയുന്നത്. 2 അക്കൗണ്ടിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടും ചെക്ക് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെക്ക് എന്ത് ചെയ്യാം, ആ ചെക്ക് മാറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്യാഷായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ക്യാഷ് കൂടി. നമുക്കൊരു ചെക്ക് കിട്ടി, നമ്മൾ ആ ചെക്കുമായിട്ട് ബാങ്കിൽ പോയിട്ട് ക്യാഷാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ചെക്ക് നമ്മളെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് കാണുന്നതൊക്കെ എന്താണ്, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. അതുകൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് കൂടിയതായിട്ട് കാണിക്കാം. ഒന്ന് ബാങ്ക് അക്കൗണ്ട്, മറ്റൊന്നെന്തായിരിക്കും, പ്രിയ അക്കൗണ്ട്. പ്രിയല്ലേ നമുക്ക് നൽകിയത് ചെക്ക്. പ്രിയ നമുക്ക് ക്യാഷ് തരാണ്ടായിരുന്നു, ആ ആളെന്ത് ചെയ്യുന്നു, നമുക്കിപ്പോൾ ക്യാഷ് തരുന്നു. അപ്പോൾ ഇനി ബാങ്ക് അക്കൗണ്ട് കൂടി, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താണ്, ഇൻക്രീസ് ഇൻ അസറ്റ് കൂടി. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി. പ്രിയ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം പ്രിയ മുമ്പ് നമുക്ക് ക്യാഷ് തരാണ്ടായിരുന്നു. ഈ ക്യാഷ് തരുന്നതോടുകൂടെ അവൾ ഇനി എന്ത് ചെയ്യൂല, ഇനി നമുക്ക് തരൂല. മീൻസ് അസറ്റ് കുറഞ്ഞു. ഡിഗ്രീസ് ഇൻ പ്രിയ എന്ന് പറയുന്ന അസറ്റിൽ കുറവുണ്ടായി. പ്രിയ എന്ന് പറയുന്ന ആൾ നമുക്ക് ക്യാഷ് തരുന്നതോടുകൂടെ അവളുടെ അസറ്റ് നമ്മുടെ അസറ്റാണത്, അത്രയും കുറയാണ് ചെയ്യുന്നത്. ഇനി അത്രയും അമൗണ്ട് പ്രിയ തരാനില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. 6ാമത്തെ നോക്കുക, സോൾഡ് ഗുഡ്സ് ടു നിധി എന്ന് പറയുന്ന ആൾക്ക് വിറ്റു. സോൾഡ് ഗുഡ്സ് ടു നിധി എന്ന് പറയുന്ന ആൾക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നിധി? ഒന്ന് നിധി അക്കൗണ്ടാണ്, മറ്റൊന്ന് സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ നിധിന് എന്ത് ചെയ്യണം, നമുക്ക് ക്യാഷ് തരാനുള്ള മറ്റൊരാളാണ് നിധി, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ കാരണം, ഇൻക്രീസ് ഇൻ നിധി എന്ന് പറയുന്ന ആൾ നമുക്ക് ക്യാഷ് തരാനായിട്ട് അത്രയും അസറ്റ് നമുക്ക് എന്ത് ചെയ്തു, കൂടി. അതേപോലെ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഇൻക്രീസ് ഇൻ റവന്യൂ കൂടി. റവന്യൂ കൂടി. ഓക്കെ. അപ്പോൾ 7ാമത്തെ അവിടെ തീർന്നു. ഇനി 8ാമത്തെ നോക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 ഓൺ ക്രെഡിറ്റ് ഫ്രം റിതുവിൻ്റെ കയ്യിൽ നിന്നും സാധനം കടത്തിന് വാങ്ങിയെന്നാണ് പറയുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 ഓൺ എമൗണ്ട് ഞാൻ എഴുതുന്നില്ല, ഓൺ ക്രെഡിറ്റ് ഫ്രം റിതു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് പർച്ചേസാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് കണ്ട ഒന്ന് പർച്ചേസാണ്, പർച്ചേസ് അക്കൗണ്ട്. മറ്റൊന്ന് ക്യാഷ് നമ്മൾ കൊടുക്കാനുണ്ട്. റിതുവിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിയത്. റിതു ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ക്യാഷ് എന്ത് ചെയ്യേണ്ടി വരും, തിരികെ കൊടുക്കേണ്ടി വരും. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. കാരണം എക്സ്പെൻസ് കൂടി. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. അതേപോലെ റിതു എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി നമുക്ക് കൂടി. നമുക്ക് റിതുവിന് ക്യാഷ് കൊടുക്കാണ്ടല്ലോ, നമ്മൾ കടബാധ്യത കൂടി. ഇൻക്രീസിങ് ലാബിലിറ്റി. അപ്പോൾ ഇത്രയാണ് 8ാമത്തത്. ഇനി 9ാമത്തെ ശ്രദ്ധിക്കാം. 9ാമത്തെ ശ്രദ്ധിച്ചോ, ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് മുഖേന ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക്. ഇൻഷുറൻസ് പ്രീമിയം അടച്ചു, അത് ഇൻഷുറൻസ് അടച്ചു എന്നുള്ളതാണ്. ഇൻഷുറൻസ് അടച്ചു എന്താണ്, 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, മറ്റൊന്ന് അടക്കും അവളെ ക്യാഷ് പറയുന്നു, ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട്.
ഇൻഷുറൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താണ്? എക്സ്പെൻസ് കൂടി, ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്, ചിലവ് കൂടി, ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. അതേപോലെ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. എന്താ കാരണം? ഡിക്രീസ് ഇൻ അസറ്റ്. അസറ്റ് എന്ന് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. 10ാമത്തെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് പഠിക്കൽ നിർബന്ധമാണ്. 10ാമത്തെ എന്താണ്? പെയ്ഡ് റെൻറ്റ്. പെയ്ഡ് റെൻറ്റ്, വാടക അടച്ചു എന്നുള്ളതാണ്. 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് റെൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെയ്ഡ് ബൈ ചെക്ക് ആകുമ്പോൾ ക്യാഷ് അല്ല കേട്ടോ, ബാങ്കാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കാണ്. പെയ്ഡ് ബൈ ചെക്ക് ആകുമ്പോൾ നമ്മളെ ബാങ്കിൽ നിന്നാണ് കുറയുന്നത്. ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. കാരണം ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി പെയ്ഡ് റെൻറ്റ്, അപ്പോൾ റെൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. റെൻറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യും. എന്താ കാരണം? ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്, വാടക എന്ന് പറയുന്ന ചിലവ് കൂടി. അതേപോലെ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്താ കാരണം? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, ഡിക്രീസ് ഇൻ അസറ്റ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10 ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പം 11ാമത്തെ നോക്കാം. 11ാമത്തെ ശ്രദ്ധിക്കുക. ഗുഡ്സ് കോസ്റ്റിംഗ് ₹1500 ഗിവൺ ആസ് ചാരിറ്റി. ചാരിറ്റി ആയിട്ട് 1500 രൂപ കൊടുത്തു എന്നാണ്. ഗുഡ്സാണ് കൊടുത്തത്. ഗുഡ്സ് സാധനമാണ് കൊടുത്തത്. നമ്മൾ വിൽക്കുന്ന സാധനം കൊടുത്തു. കോസ്റ്റിംഗ് ₹1500. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1500 രൂപ. ഗിവൺ ആസ് ചാരിറ്റി, ചാരിറ്റി എന്ന നിലയിലാണ് കൊടുത്തത്. അപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അറിയല്ലോ, അങ്ങനെയാണ് കൊടുത്തത്. എന്താ കൊടുത്തത്? ക്യാഷായിട്ടല്ല കൊടുത്തത്, ഗുഡ്സാണ് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് ചാരിറ്റി, ചാരിറ്റി അക്കൗണ്ട്. ഓക്കെ. മറ്റൊന്ന് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ പർച്ചേസിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസിനെയാണ്. ഓക്കെ. ഇനി ഏതാണ്? ചാരിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ആണ്. ചാരിറ്റി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുക. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. പർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എന്താ കാരണം? നമ്മളെ ഗുഡ്സ് കുറഞ്ഞു. ഗുഡ്സ് കുറഞ്ഞ സ്റ്റോക്കിനല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? പർച്ചേസിനാണ്. അതായത് ചാരിറ്റി ആയിട്ട് ഗുഡ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ പർച്ചേസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്താ കാരണം കൊടുക്കേണ്ടത്? കാരണം നിങ്ങൾ കൊടുക്കേണ്ടത് ഡിക്രീസ് ഇൻ അസറ്റ്. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. സ്റ്റോക്ക് എന്ന് അതായത് അത്രയും എക്സ്പെൻസ്, അതായത് നമുക്ക് അത്രയും സ്റ്റോക്ക് കുറഞ്ഞു. അതുകൊണ്ടാണ് പർച്ചേസിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് 12ാമത് ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ. പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചറാണ്. പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ. ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ വാങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് ഓഫീസ് ഫർണിച്ചർ അല്ലേ? ഒരു അക്കൗണ്ട് ഏതാണ്? ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്. മറ്റൊന്നെന്തായിരിക്കും? എന്ത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയത്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഓഫീസ് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യും. എന്താ കാരണം? ഫർണിച്ചർ അസറ്റാണ്. അസറ്റ് കൂടി, ഇൻക്രീസ് ഇൻ അസറ്റ്. ഇൻക്രീസ് ഇൻ അസറ്റ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മീൻസ് ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുന്നു, ഡിക്രീസ് ഇൻ അസറ്റ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. ഓക്കെ. നേരെ മറിച്ച് പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പർച്ചേസ്ഡ് ഓഫീസർ ഫർണിച്ചർ, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് സ്റ്റേഷനറി എന്നൊക്കെ ആകുമ്പോൾ ആ സാധനം, സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, അങ്ങനെ കൊടുക്കുക. വെഹിക്കിൾ ആണെങ്കിൽ, വാഹനങ്ങളാണെങ്കിൽ പർച്ചേസ്ഡ് വെഹിക്കിൾ എന്നാണെങ്കിൽ വെഹിക്കിൾ, പർച്ചേസ്ഡ് കാർ ആണെങ്കിൽ കാറ്. നേരെ മറിച്ച് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് വന്നാൽ പർച്ചേസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് 13ാമത്തെ നോക്കാം. ക്യാഷ് വിഡ്രോൺ ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. ക്യാഷ് വിഡ്രോൺ, ക്യാഷ് പിൻവലിച്ചു ബിസിനസ്സിൽ നിന്ന്. ക്യാഷ് വിഡ്രോൺ ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്.
അതായത് വീട്ട് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്യാഷ് പിൻവലിച്ചു. വീട്ടാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്യാഷ് പിൻവലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു അക്കൗണ്ട് വരും. ആ അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇനി ഇതന്നെ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, അതായത് ഉടമസ്ഥൻ അല്ലെങ്കിൽ ഓണർ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്താലും ഡ്രോയിങ് എന്ന് പറയുന്ന അക്കൗണ്ടിനാണ് ബാധിക്കുക. ഓക്കെ, ബിസിനസ്സിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. നേരെ മറിച്ച് ബിസിനസ്സിൽ നിന്നും അയാളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ബിസിനസ്സിൽ നിന്ന് അയാൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ പേഴ്സണൽ പർപ്പസിന്, അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, അയാളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അയാൾ എടുക്കുകയാണെങ്കിൽ അതാണ് ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ്ങും ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് അയാൾ ക്യാഷോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ. നേരെ മറിച്ച് ഓണർ ബിസിനസ്സിൽ നിന്നും അയാളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഡ്രോയിങ്സും? മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. ക്യാഷാണ് അയാൾ പിൻവലിച്ചത്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട്. ഡ്രോയിങ്ങിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം എന്താ? ക്യാപിറ്റൽ കുറയാണ് ചെയ്യുന്നത്, അല്ലേ? അയാൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയാൾ 1000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി 4 ലക്ഷം രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഡിഗ്രീസ് ഇൻ ക്യാപിറ്റൽ കുറഞ്ഞു. ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യുക. കാരണം എന്താ? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ഡിഗ്രീസ് ഇൻ അസറ്റ്. ഓക്കെ, 14 ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്യാഷ്. പലിശ കിട്ടി ക്യാഷായിട്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്യാഷായിട്ട് കിട്ടി. അപ്പോൾ ഒന്നെന്താണ്? ക്യാഷ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. ഇൻക്രീസ് ഇൻ അസറ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എന്താ കാരണം? റവന്യൂ കൂടി. ഇൻക്രീസ് ഇൻ റവന്യൂ കൂടി, വരുമാനം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. 15 ശ്രദ്ധിക്കുക. ക്യാഷ് സെയിൽസ്. സാധനം വിറ്റു. ക്യാഷിനാണ് വിറ്റത്. സാധനം ക്യാഷിന് വിറ്റു. 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് ക്യാഷ് കിട്ടും, മറ്റൊന്ന് സെയിൽസ്. ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യും? സാധനം വിൽക്കുമ്പോൾ കൂടും, ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. ഇൻക്രീസ് ഇൻ അസറ്റ്. അതേപോലെ സെയിൽസിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. കാരണം എന്താ? ഇൻക്രീസ് ഇൻ റവന്യൂ, വരുമാനം കൂടി. വരുമാനം കൂടി. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 15 ചെയ്തു. കുറച്ചും കൂടി ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാം. 16 ശ്രദ്ധിച്ചോ. കമ്മീഷൻ പെയ്ഡ് ₹3000. കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്കാണ്. ചെക്ക് മുഖേനയാണ് കൊടുത്തത്. എമൗണ്ട് നമുക്കിവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ജേണൽ ചെയ്യുന്ന സമയത്ത്, ജേണൽ ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് എമൗണ്ട് നമുക്ക് അറിയണം. ഓക്കെ, ശ്രദ്ധിക്കുക. കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്ക്. കമ്മീഷൻ കൊടുത്ത് ചെക്ക് മുഖേനയാണ്. 2 അക്കൗണ്ടിനെ ബാധിക്കും. ഏതാണ്? ഒന്ന് കമ്മീഷൻ, മറ്റൊന്ന് എന്താണ്? ബാങ്കിൽ നിന്നാണ് പോകുന്നത്. ചെക്കല്ല കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നാണ് പോകുന്നത്. കമ്മീഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? എക്സ്പെൻസ് കൂടി. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. ബാങ്ക് എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു. കമ്മീഷൻ കൊടുത്തപ്പോൾ എമൗണ്ട് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. CR എന്നാണ് സൂചിപ്പിക്കുക കേട്ടോ. ഡെബിറ്റിനെ DR എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ എന്താണ്? ഡിഗ്രീസ് ഇൻ അസറ്റ് കുറഞ്ഞു. അതായത് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതാണ് 16. ഇനി 17 നോക്കാം. ടെലിഫോൺ ബില്ല് പെയ്ഡ് ബൈ ചെക്ക്. ടെലിഫോൺ ബില്ല്
ടെലിഫോൺ ബില്ല് പെയ്ഡ് ബൈ ചെക്ക്. ടെലിഫോൺ ബില്ല് പെയ്ഡ് ബൈ ചെക്ക്. ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ടെലിഫോൺ ബില്ല് അടച്ചു. ഓക്കെ, ഒന്ന് ടെലിഫോൺ ബില്ല് അക്കൗണ്ട്, ഒന്ന് ടെലിഫോൺ ബില്ല് അക്കൗണ്ട്, മറ്റൊന്നെന്തായിരിക്കും? ചെക്കല്ല കൊടുത്തത്, അപ്പോൾ ബാങ്കിൽ നിന്നല്ല പോവാ, ബാങ്ക് അക്കൗണ്ട്. ടെലിഫോൺ ബില്ലിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മുകളിൽ പറഞ്ഞ അതേ റീസൺ. കാരണം എന്താ? ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. ടെലിഫോൺ ബില്ല് ഒരു ചിലവാണ്, ചിലവ് കൂടി. അതേപോലെ നമ്മളെ ബാങ്കിലെ ബാലൻസ് കുറഞ്ഞു, അപ്പോൾ അസറ്റ് കുറഞ്ഞു. ഡിക്രീസ് ഇൻ അസറ്റ്. ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് കുറഞ്ഞു മീൻസ് അസറ്റ് കുറഞ്ഞു. 18ാമത്തെ ശ്രദ്ധിച്ചോ. പേയ്മെൻറ്റ് ഓഫ് സാലറി ഇൻ ക്യാഷ്. സാലറി കൊടുത്തു. പേയ്മെൻറ്റ് ഓഫ് സാലറി, ശമ്പളം കൊടുത്തു. ഇൻ ക്യാഷ്, ക്യാഷ് രൂപത്തിലാണ് സാലറി അല്ലെങ്കിൽ ശമ്പളം കൊടുത്തത്. രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് സാലറി അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷായിട്ടാണ് കൊടുത്തത്, കയ്യിലുള്ള ക്യാഷ് അക്കൗണ്ടിനെയും ബാധിക്കും. സാലറി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം മുകളിൽ സൂചിപ്പിച്ചതുപോലെ സാലറി അല്ലെങ്കിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെലവാണ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. അതേപോലെ ക്യാഷ് അക്കൗണ്ട് എന്താണ്? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കാരണം അത് അത്രയും അമൗണ്ട് സാലറി കൊടുക്കുമ്പോൾ കുറയല്ലോ. അതുകൊണ്ട് ഡിക്രീസ് ഇൻ അസറ്റ്. ഡിക്രീസ് ഇൻ അസറ്റ്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 18 പറഞ്ഞിട്ടുണ്ട്. 18 ശരിക്കും പഠിക്കുക. അതിൻ്റെ കാരണങ്ങൾ, ഏതെല്ലാം ഡെബിറ്റ് ചെയ്യും, ഏതെല്ലാം ക്രെഡിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ 18 പഠിച്ചല്ലോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ജേണലിലേക്ക് പോകുന്നുള്ളൂ. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന ഫസ്റ്റ് ബുക്കാണ്. ദ ഫസ്റ്റ് ബുക്ക്. ഓക്കെ, ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് ബുക്കാണ് ജേണൽ. അതിനെ രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ദ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയതുമാണ്. അപ്പോൾ 18 എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ റീസൺസും നിങ്ങൾ ഇതോടുകൂടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.